ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച് മിഥുൻ മാനുവൽ തോമസ് തിരക്കഥെഴുതി വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ എന്ന സിനിമ ഇന്നലെ ചൊവ്വാഴ്ചയോടെ 6 ദിവസം പിന്നിട്ട് ഇന്ന് 7ാം ദിവസമായ ബുധനാഴ്ചയിലേക്കാണ് കടന്നിരിക്കുന്നത്. ലോകമെമ്പാടുമായി ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 17 കോടി 30 ലക്ഷം രൂപയും കേരള ഗ്രോസ് കളക്ഷനായി 6 കോടി 20 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ ആഗോള വിതരണക്കാരായ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ഈ സിനിമ ഒരേ സമയം ലോകമെമ്പാടുമായി 70-ൽ കൂടുതൽ രാജ്യങ്ങളിലാണ് റിലീസ് ചെയ്തത്. മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു സിനിമ ഇത്രയും രാജ്യങ്ങളിൽ ഒരു ദിവസം റിലീസ് ചെയ്യപ്പെടുന്നത് ആദ്യമായിട്ടാണ്. ചിത്രം തിയേറ്ററിലെത്തി ആദ്യ ദിവസത്തെ കളക്ഷൻ പോസ്റ്റർ പുറത്തുവിട്ട ശേഷം മമ്മൂട്ടി കമ്പനിയും ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസും ചിത്രത്തിന്റെ 4 ദിവസത്തെ കളക്ഷൻ വിവരങ്ങളാണ് പുറത്തുവിട്ടത്. തിങ്കളാഴ്ച പുറത്തുവിട്ട പോസ്റ്റർ പ്രകാരം ഈ ചിത്രം 52 കോടി 11 ലക്ഷം രൂപയാണ് 4 ദിവസം കൊണ്ട് വീക്കെൻഡ് കളക്ഷനായി നേടിയെടുത്തിരുന്നത്. മമ്മൂട്ടി കമ്പനിയും ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസും ചിത്രത്തിന്റെ വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങൾ അടങ്ങിയ പോസ്റ്റർ പുറത്തുവിടുന്നതുവരേക്കും ഇന്ത്യയിലെയോ കേരളത്തിലെ ഒരു ട്രാക്കർമാരും ചിത്രത്തിന്റെ കളക്ഷൻ വിവരങ്ങൾ പങ്കുവച്ചിരുന്നില്ല. അതിന് പ്രധാന കാരണം ടർബോ എന്ന സിനിമ ലോകമെമ്പാടുമായി 70-ൽ കൂടുതൽ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യപ്പെട്ടതിനാലാണ്. UAE, GCC, UK, USA എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ട്രാക്ക് ചെയ്യുന്നത് പോലെയുള്ള എളുപ്പ വഴിയല്ല റഷ്യ, ഫിലിപ്പൈൻസ് തുടങ്ങിയ മറ്റ് വിവിധ രാജ്യങ്ങളിലെ ട്രാക്കിംഗ്. കൂടാതെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമുള്ള വിദഗ്ധ ട്രാക്കർമാർ ആരും തന്നെ ടർബോ എന്ന സിനിമ ഒരു പാൻ ഇന്ത്യൻ റിലീസ് അല്ലാത്തതിനാൽ ട്രാക്ക് ചെയ്യാൻ മെനക്കെട്ടതുമില്ല. ആകെ കൂടി കേരളത്തിലെ ട്രാക്കർമാർ എന്ന് അവകാശപ്പെടുന്ന ചുരുക്കം ചിലർ മാത്രമാണ് ടർബോ സിനിമയുടെ ട്രാക്കഡ് കളക്ഷൻ എന്ന പേരിൽ അസത്യ പ്രചരണവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. എന്തായാലും നമ്മൾ ഫോളോ ചെയ്യുന്നത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിനെയാണ്. അവരാണ് ഈ ചിത്രത്തിന്റെ ആഗോള വിതരണക്കാർ. അവർക്ക് മാത്രമാണ് ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ കൃത്യമായി പ്രവചിക്കാനാവുന്നത്. അവർ പുറത്തുവിടുന്ന കണക്കുകൾ തള്ളാണ് എന്ന് സമർത്ഥിക്കുവാൻ മെനക്കെട്ട് നടക്കുന്നവർക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്ന് എടുത്തു പറയേണ്ട ആവശ്യവുമില്ല. ചുരുക്കി പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനിയും ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസും പുറത്തുവിട്ട കണക്കുകൾ വെറും തള്ളാണ് എന്ന് സമർത്ഥിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വ്യാജ കണക്ക് അവതരിപ്പിച്ച് കള്ളത്തള്ളുമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇനി ഈ ചിത്രത്തിന്റെ 6 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ 4 ദിവസം കൊണ്ട് 52 കോടി 11 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 5ാം ദിവസമായ തിങ്കളാഴ്ച വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 5.5 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 57 കോടി 50 ലക്ഷത്തോളം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. 6ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4 കോടിയോളം രൂപയാണ്. അങ്ങനെ ആദ്യ 6 ദിവസം പിന്നിടുമ്പോൾ ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 60 കോടിക്ക് മുകളിൽ കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത്. ലോകമെമ്പാടുമായി പ്രവർത്തിക്കുന്ന ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചിലർ നമ്മുടെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുമുണ്ട്. ഇനി ഈ ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസമായ വ്യാഴാഴ്ച ഈ ചിത്രം കേരളത്തിൽ നിന്ന് 6 കോടി 20 ലക്ഷം രൂപയും 2ാം ദിവസമായ വെള്ളിയാഴ്ച 3 കോടി 70 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. 3ാം ദിവസമായ ശനിയാഴ്ച 3 കോടി 85 ലക്ഷം രൂപയും 4ാം ദിവസമായ ഞായറാഴ്ച 4 കോടി 25 ലക്ഷം രൂപയും കളക്ട് ചെയ്ത് വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് 18 കോടി രൂപയാണ്. 5ാം ദിവസമായ തിങ്കളാഴ്ച ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി കളക്ട് ചെയ്ത് 2 കോടി 45 ലക്ഷം രൂപയാണ്. 6ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 2 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യ 6 ദിവസം പിന്നിടുമ്പോൾ കേരള ഗ്രോസ് കളക്ഷനായി ഈ ചിത്രം 22 കോടി 50 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ്. ടർബോ എന്ന സിനിമയുടെ പ്രയാണം 100 കോടിയോ 150 കോടിയിലേക്കോ എത്തിച്ചേരുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. ടർബോ സിനിമയെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.